അപ്പണ്ണ എന്ന് പറഞ്ഞ മുന്താരിയുടെ കാവൽക്കാരൻ ഒരു പ്രായമേറിയ ഒരു മനുഷ്യനുണ്ട്. അയാൾക്ക് അദ്ദേഹത്തിന് എത്ര വയസ്സായി എന്ന് അദ്ദേഹത്തിനും അറിയില്ല, ആ പ്രദേശത്തുകാർക്കും അറിയില്ല. അദ്ദേഹമായിരുന്നു അവിടുത്തെ ആദ്യത്തെ മനുഷ്യൻ. അപ്പണ്ണ എന്ന് പറയുന്നത് ആ ഒരു തുരുത്തിലേക്കുള്ള യാത്ര, ഈ മനുഷ്യനെ തേടിയുള്ള യാത്ര, അതൊക്കെ ഒരു കൗതുകമാണ്. ടെലിവിഷൻ ന്യൂസ് എന്ന് പറയുന്നത് ജേർണലിസ്റ്റ് എന്ന് ഈ വിഭാഗം ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു. ജേർണലിസ്റ്റ് എന്ന് പറയുന്ന വിഭാഗം ഇല്ലാതായി കഴിഞ്ഞിരിക്കുന്നു. വളരെ എളുപ്പപ്പണിയാണിത്. ഇതിന് ജേർണലിസവുമായി ബന്ധമേ ഇല്ല. പ്രസംഗ കലയുമായിട്ടാണ് ബന്ധം എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ആങ്കർമാർ പ്രസംഗിക്കുകയാണ്, പ്രബോധനം ചെയ്യുകയാണ്, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പ്രസംഗിക്കുകയാണ് ചെയ്യുന്നത്. അത് ജേർണലിസവുമായി ഒരു ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മാധ്യമപ്രവർത്തകൻ ബിജു മുത്തത്തിയാണ് ദ ക്യൂ അഭിമുഖത്തിൽ. സ്വാഗതം. കേരള എക്സ്പ്രസ് എന്നാണ് ആമുഖമായി പറയാനുള്ള കാര്യം. കഴിഞ്ഞ ഒരു 10 വർഷം എടുത്താൽ ഏറ്റവും സ്വീകാര്യമായ മലയാള ടെലിവിഷൻ പരിപാടി എന്ന നിലയ്ക്ക് കേരള എക്സ്പ്രസിന് എല്ലാവരും എണ്ണപ്പെടുന്നുണ്ട്. അതിന്റെ ഒരു തുടക്കം, ആ എപ്പിസോഡിന്റെ ഓരോ എപ്പിസോഡുകളുടെയും തുടക്ക പ്രമേയം എന്ന് പറയുന്നത് തീവണ്ടി ആയിരിക്കുമല്ലോ. അതിന്റെ പേരിൽ തന്നെ കേരള എക്സ്പ്രസ് എന്നാണ് വരുന്നത്. ഈ തീവണ്ടി പ്രമേയം വരുന്നത് ഏത് ഘട്ടത്തിലാണ്? ഈ കേരള എക്സ്പ്രസ് പേരെന്ന് പറയുമ്പോൾ അത് ഡൽഹിയിലേക്ക് പോകുന്ന തീവണ്ടിയാണ്. പാലക്കാട് നിന്നും അങ്ങോട്ടേക്ക് പോകും. അങ്ങോട്ട് കാസർഗോഡേക്ക് പോകുന്നില്ല, വയനാട്ടിലേക്ക് പോകുന്നില്ല, ഒന്നും പോകുന്നില്ല. അപ്പോൾ ഇതൊരു സാങ്കല്പികമായ ഒരു തീവണ്ടിയാണ് കേരള എക്സ്പ്രസ്. അതായത് റിയൽ ആയിട്ടുള്ള നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്ന തീവണ്ടി ആയിരുന്നില്ല മനസ്സിൽ. ഇത് ഉണ്ടാകുന്നത്, ഈ ഒരു ആശയം ഉണ്ടാകുന്നതെന്ന് വിചാരിച്ചാൽ, ഞാൻ കൈരളിയുടെ കോഴിക്കോട് റിപ്പോർട്ടറായിരുന്നു, കോഴിക്കോട് ബ്യൂറോയിൽ. അവിടെ റിപ്പോർട്ടറായിരിക്കുന്ന സമയത്ത് 2010 നമ്മുടെ കൈരളി ന്യൂസ് എൻ്റെ കറണ്ട് അഫയേഴ്സ് പ്രോഗ്രാം കുറച്ചും കൂടി വിപുലപ്പെടുത്താനും ശക്തിപ്പെടുത്താനൊക്കെ ഒരു തീരുമാനം ഉണ്ടായിരുന്നു. അപ്പോൾ എന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ക്ഷണിക്കുന്നത്, കോഴിക്കോട് നിന്നും ഡെസ്കിലേക്ക് കറണ്ട് അഫയേഴ്സ് വിഭാഗത്തിലേക്ക് ക്ഷണിക്കുന്നത് ഒരു പൊളിറ്റിക്കൽ സറ്റയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു പൊളിറ്റിക്കൽ സറ്റയർ എന്നെ ഏൽപ്പിക്കാം. അതിന് അവർക്ക് ന്യായമുണ്ട് പറയാൻ. കാരണം ഞാൻ ആദ്യകാലങ്ങളിൽ കോഴിക്കോടേക്ക് പോകുന്നതിന് മുമ്പ് ഒരു പൊളിറ്റിക്കൽ സറ്റയർ ചെയ്തിരുന്നു. സാക്ഷി എന്ന് പറഞ്ഞിട്ട് കൈരളിയുടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. വളരെ പോപ്പുലർ ആയിട്ടുള്ള പ്രോഗ്രാമാണ്, ആദ്യകാല പൊളിറ്റിക്കൽ സറ്റയർ പ്രോഗ്രാമാണ്. അപ്പോൾ സാക്ഷി ഒരു ഘട്ടത്തിൽ നിർത്തിയപ്പോൾ ഈ നിത്യസാക്ഷി എന്ന് പറഞ്ഞിട്ട് ഞാനൊരു പൊളിറ്റിക്കൽ സറ്റയർ ചെയ്തിരുന്നു 2008-9 കാലത്ത്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ കോഴിക്കോടേക്ക് പോകുന്നത്. അന്നത് ഡെയിലി വാർത്തയോടൊപ്പം തന്നെ ഉള്ളൊരു സറ്റയർ പ്രോഗ്രാമായി, ഒരു സെഗ്മെൻ്റ് ആയിരുന്നു. അതൊരു അരമണിക്കൂർ പ്രോഗ്രാം ആക്കാം, അത് മുന്നിൽ കണ്ടിട്ടാണ് കൊണ്ടുവന്നത്. പക്ഷെ അന്നത്തെ എനിക്ക് ആ ഒരു പൊളിറ്റിക്കൽ സറ്റയറിനോട് വലിയ താല്പര്യമില്ല. എൻ്റെത് പൊതുവേ ഞാൻ കോഴിക്കോട് വന്നിട്ട് ചെയ്ത കോഴിക്കോടിൻ്റെ ഒരു സാംസ്കാരിക വാർത്തകൾ, കോഴിക്കോടിൻ്റെ ഹ്യൂമൻ ഇൻട്രസ്റ്റിംഗ് വാർത്തകൾ, കോഴിക്കോടിൻ്റെ ചരിത്രം, അങ്ങനെയൊക്കെ ആയിട്ടുള്ള വാർത്തകളാണ് പ്രത്യേകിച്ച് ഹാർഡ് ന്യൂസിനേക്കാളും കൂടുതലായി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു താല്പര്യം പൊളിറ്റിക്കൽ സറ്റയർ അല്ല, അത് അന്ന് ചെയ്തു എന്നേ ഉള്ളൂ. അതിൽ എനിക്കൊരു പ്രത്യേകിച്ചൊരു വലിയൊരു സംതൃപ്തിയും ഉണ്ടായിരുന്നില്ല. സാക്ഷിക്ക് പകരം നിൽക്കാവുന്ന ഒരു പരിപാടിയൊന്നും ആയിരുന്നില്ല നിത്യസാക്ഷി എന്ന് പറയുന്നിട്ടുള്ള പരിപാടി. ഞാനതിൽ സംതൃപ്തനല്ല. അപ്പം അതുകൊണ്ട് തന്നെ അത് ചെയ്യാനായി എനിക്കൊരു താല്പര്യക്കേടുള്ളൂ ഞാൻ അറിയിച്ചു. അപ്പോൾ നമ്മുടെ MD ജോൺ ബ്രിട്ടാ സാറിനെ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒരു പ്രോഗ്രാം നീ കൺസെപ്റ്റുമായിട്ട് വാ എന്ന് പറഞ്ഞു. പുതിയൊരു കൺസെപ്റ്റ്, ഇത് ചെയ്യാൻ പറ്റില്ലെങ്കിൽ പുതിയൊരു ആലോചനയുമായി വാ എന്ന് പറഞ്ഞു. ഏതാണ്ട് ആ സമയത്താണ് പുനലൂർ ചെങ്കോട്ട പാത, മീറ്റർ ഗേജ് പാത, ആ റെയിൽവേ പാത സ്റ്റോപ്പ് ചെയ്യാണ്. അതിൻ്റെ അവസാനത്തെ തീവണ്ടി യാത്ര ഇതിലേക്ക് പബ്ലിക്കിനൊക്കെ കയറി അതിങ്ങനെ അങ്ങ് ആസ്വദിക്കാം, അവസാനത്തെ യാത്ര എന്നുള്ളതാണ്. അപ്പോഴാണ് അതൊരു അരമണിക്കൂർ പ്രോഗ്രാം ചെയ്യാൻ എൻ്റെ മനസ്സിലേക്ക് വന്നത്. അപ്പോൾ ഞാൻ ഇവിടത്തേക്ക് പോവുകയാണ്, ട്രെയിനിൽ തന്നെ തിരുവനന്തപുരത്തേക്ക് പോവുകയാണ് കോഴിക്കോട് നിന്ന്. അപ്പോഴാണ് ഇതെൻ്റെ മനസ്സിലേക്ക് വരുന്നത്, ഒരു അരമണിക്കൂർ പ്രോഗ്രാം. അങ്ങനെ നമ്മൾ പുനലൂർ ചെങ്കോട്ട, അപ്പോഴും മനസ്സിൽ പേരില്ല കേരള എക്സ്പ്രസ് എന്ന്, പുനലൂർ ചെങ്കോട്ട ഒരു എപ്പിസോഡ് ചെയ്യാം എന്ന രീതിയിൽ തന്നെ പോവുകയാണ്. ആ ഒരു ഷൂട്ടിംഗ് അനുഭവം തന്നെ ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു. കാരണം എന്ന് വിചാരിച്ചാൽ നമുക്ക് ട്രെയിനിന്റെ മുകളിൽ കയറാം. ആ ദൃശ്യങ്ങൾ ഇപ്പോഴും ഉണ്ട്. കാരണം പഴയ ആളുകളൊക്കെ ട്രെയിനിന്റെ മുകളിലൊക്കെയാണ് സഞ്ചരിക്കുന്നത്, ഇരിക്കാൻ ഇടമില്ല. ഞാനും എൻ്റെ ക്യാമറമാൻ, ആ പഴയ വലിയ ക്യാമറയാണ്, ഹരി കണ്ടില്ല എന്ന് പറഞ്ഞ ക്യാമറമാനായിരുന്നു.
ആ വലിയ ക്യാമറ, വലിയ 10,000 പോലുള്ള ക്യാമറ എടുത്തിട്ടാണ് ഞാനും അയാളും ട്രെയിനിന്റെ മുന്നിലാണ്, അതായത് എഞ്ചിന്റെ മുന്നിൽ ഒരു സ്പേസ് ഉണ്ട്, അവിടെ ഇരുന്നിട്ടാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ടുള്ള. അപ്പൊ അത് തന്നെ ഒരു അത്ഭുതമായിരുന്നു. കാരണം ആളുകൾ ഇങ്ങനെ നിറഞ്ഞ് തീവണ്ടി ഒരു ആൾവണ്ടി ആയിട്ട് ഇങ്ങനെ വരുന്ന ഒരു അനുഭവമായിരുന്നു അത് ഉണ്ടായിരുന്നു. പണ്ട് കറാച്ചി എന്നൊക്കെ തീവണ്ടി ഇങ്ങനെ വന്നതുപോലെ ആ ദൃശ്യം പോലുള്ള അതുപോലെ തന്നെ വിഷ്വലൈസ് ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന് ഞാൻ ഈ പറഞ്ഞില്ലേ, കേരള എക്സ്പ്രസ് നമ്മൾ ആദ്യത്തെ നമ്മുടെ ആങ്കർ ഷൂട്ട്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ റെയിൽവേ ലൈനിൽ വെച്ചിട്ട് തന്നെയായിരുന്നു, റെയിൽവേ സ്റ്റേഷനിൽ നിന്നൊക്കെയാണ് ചെയ്തിരുന്നത്. പിന്നീടാണ് നമുക്ക് മനസ്സിലായത് റെയിൽവേയിൽ നിന്ന് അങ്ങനെ ഷൂട്ട് ചെയ്യാനൊന്നും പെർമിഷൻ തരില്ല, നമ്മളങ്ങ് ധൈര്യത്തിൽ പോയി അങ്ങ് എടുക്കാറാണ് പതിവ്. പുനലൂർ ചെങ്കോട്ട അന്ന് കിട്ടിയതാണ്. പിന്നെ നമുക്ക് കേരള എക്സ്പ്രസ് നമ്മൾ പേരിട്ടു. ഓരോ എപ്പിസോഡിനും നമ്മൾ ലേഡീസ് കമ്പാർട്ട്മെന്റ്, സ്ത്രീകളെ വർണ്ണിക്കുകയാണെങ്കിൽ ലേഡീസ് കമ്പാർട്ട്മെന്റ്, അല്ലെങ്കിൽ ജനറൽ കമ്പാർട്ട്മെന്റ്, പാൻട്രിക്ക, ഇങ്ങനെയൊക്കെ ഇട്ടിട്ട് ഓരോരോ പേരുകൾ. റെയിൽവേ ആ ഒരു മറ്റേ അതിന്റെ ഒരു പദസമുച്ചയം തന്നെ ഉപയോഗിച്ചിട്ടുള്ള യാത്രകളായിരുന്നു. പിന്നെയാണ് നമുക്ക് മനസ്സിലായത്, പിന്നെ 2-3 എപ്പിസോഡിന്റെ ഒക്കെ നമ്മള് അനുമതി വാങ്ങാൻ തുടങ്ങി. പിന്നീട് നമ്മൾ അത് മാറി, റെയിൽവേ എന്നുള്ളത് പേര് മാത്രം കേരള എക്സ്പ്രസ് ഉപയോഗിക്കുകയും അങ്ങനെ തീവണ്ടി പോകാത്ത നാടുകളിലേക്കും നമ്മുടെ കണ്ടന്റുകൾ തേടിയിട്ടുള്ള, മനുഷ്യരെ തേടിയിട്ടുള്ള, അദൃശ്യമായ സ്ഥലങ്ങളും മനുഷ്യരും ഒക്കെ തേടിയിട്ടുള്ള യാത്രകൾ ആരംഭിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. ഈ യാത്രയും ഈ മനുഷ്യരൊക്കെ നമ്മളെ ഇങ്ങനെ കൊണ്ടുപോയി. ഈ തീവണ്ടി നമ്മളെ ഈ പ്രോഗ്രാം എന്നെ വ്യക്തിപരമായി അങ്ങ് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. നമ്മൾ 10 വർഷമൊന്നും പോയത് ഞാൻ അറിഞ്ഞിട്ടില്ല. ഇതിനെനിക്ക് തരുന്ന സമയം എന്ന് പറയുന്നത്, നമുക്കറിയാലോ ഒരു ന്യൂസ് ചാനലിന്റെ ഒരു പരിമിതി ഉണ്ടല്ലോ. ന്യൂസ് ചാനലിൽ പ്രത്യേകിച്ച് വാർത്തയാണ് മുഖ്യം. അതെ, വാർത്തക്ക് വേണ്ടിയിട്ടുള്ള ഓട്ടമാണ് മുഖ്യം. ഇതൊരു സൈഡിലുള്ള ഒരു പ്രോഗ്രാമാണ്. ഞാനാണെങ്കിൽ ജേർണലിസ്റ്റ് എന്ന രീതിയിൽ എനിക്ക് മറ്റു ചുമതലകളുമുണ്ട്. അതിനിടയിൽ 2 ദിവസമാണ് എനിക്ക് ഈ പ്രോഗ്രാം ചെയ്യാൻ തരിക. 2 ദിവസം, അതായത് ഒരു ദിവസം ഞാൻ ഷൂട്ട് ചെയ്യണം. അത് വയനാട്ടിലായാലും പോയി ഷൂട്ട് ചെയ്ത് ആ ഒരു ദിവസം കൊണ്ട് വരണം. പിറ്റേ ദിവസം അതിന്റെ സ്ക്രിപ്റ്റിങ്ങും എഡിറ്റിംഗ് എല്ലാം നടത്തണം. അപ്പൊ ഞാൻ അതിന് എന്ത് ചെയ്യുന്നു വിചാരിച്ചാൽ, എന്റെ ഓഫ് ഉണ്ടാവുമല്ലോ, വീക്ക്ലി ഓഫ്, അപ്പൊ അതിന്റെ കൂടെ ചേർത്ത് വെക്കും. അപ്പൊ 3 ദിവസം കിട്ടി. അപ്പൊ ഫലത്തിൽ ഈ 10 വർഷവും ഞാൻ ഓഫ് എന്നത് അറിഞ്ഞിട്ടില്ല. കാരണം വിചാരിച്ചാൽ ഒരു ദിവസം ഇതിങ്ങനെ നിരന്തരമായിട്ടുള്ള ഒരു യാത്രയാണ്. ഇതിന്റെ ഓരോ എപ്പിസോഡിൽ പരിശോധിച്ചാലും നേരത്തെ പറഞ്ഞതുപോലെ സാധാരണക്കാരായ മനുഷ്യരാണല്ലോ ഇതിന്റെ പോയിന്റ് വരുന്നത്, അല്ലെങ്കിൽ ഇതിന്റെ കണ്ടന്റ് വരുന്നത് എന്നുള്ളത്. അപ്പോ ബിജു എങ്ങനെയാണ് ഈ മനുഷ്യരെ നിരീക്ഷിക്കുന്നത് എന്നുള്ളത്? ഈ മനുഷ്യരെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത്, ഈ ഓരോ മനുഷ്യരും, നമ്മൾ പണ്ട് പറയാറ് ഓരോ മനുഷ്യർക്കും ഓരോ നോവൽ എഴുതാൻ പറ്റുമെന്ന് പറയാറുണ്ട്, എഴുതാൻ പറ്റുമെങ്കിൽ. കാരണം ഓരോ മനുഷ്യനും ഓരോ കഥയാണ് നമ്മുടെ മുന്നിൽ. 100 മനുഷ്യരുണ്ടെങ്കിൽ 100 അതിജീവന മാതൃകകളാണ്. അതിൻ്റെ ഒരു വൈവിധ്യം നമ്മൾ വേണ്ട രീതിയിൽ മനസ്സിലാക്കിയിട്ടില്ല. കേരളം വളരെ ഒരു ചെറിയ, ഇപ്പൊ ഇന്ത്യ നമുക്ക് വൈവിധ്യങ്ങളുടെ ഇന്ത്യ എന്നൊക്കെ പറയും അല്ലേ, പല വൈവിധ്യം. പക്ഷെ കേരളം എന്ന് പറയുന്നത് വൈവിധ്യങ്ങളുടെ ഒരു കേരളമുണ്ട്. കാരണം വിചാരിച്ച 500 കിലോമീറ്ററേ ഉള്ളൂ എങ്കിലും, ഈ റെയിൽപാത പോകുന്ന 500 കിലോമീറ്ററേ ഉള്ളൂ എങ്കിലും അതിൽ 100,000 വൈവിധ്യങ്ങളാണ്. അതിജീവിക്കുന്ന മനുഷ്യർ പലതരത്തിലാണ്. ചരിത്രം എന്ന് പറയുന്നത് പലതരത്തിലുള്ള ചരിത്രമാണ്. അപ്പോൾ ഇതൊന്നും കൃത്യമായിട്ട് നമ്മൾ ടെലിവിഷൻ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പൊ ചിന്തരവിയേട്ടന്റെ യാത്രയാണ് ഇത് നമ്മുടെ ഒരു മുൻഗാമി കേരളം. അതായത് ഞാൻ അതിനോട് ചേർത്ത് വെക്കാനുള്ളത്, ഇപ്പോ ഈ ചിന്തരവിയേട്ടന്റെ പ്രോഗ്രാം, അതോടൊപ്പം തന്നെ നമ്മുടെ വേറിട്ട കാഴ്ചകൾ എന്നുള്ള കൈരളിയിലെ പ്രോഗ്രാം, അല്ലെങ്കിൽ എസ് ഗോപാലകൃഷ്ണന്റെ ജലരേഖകൾ, ഇതോടൊക്കെ ഒപ്പമാണ് നമ്മുടെ ഈ കേരള എക്സ്പ്രസ് എണ്ണപ്പെടുന്നത് എന്നുള്ളത്. അപ്പൊ സമാനമായി ഈ മനുഷ്യരുടെ കഥകൾ ക്രോഡീകരിക്കപ്പെടുക എന്ന് പറയുന്നത് ഓരോ ദിവസവും ആലോചനകളും യാത്രകളും തുടർന്നുകൊണ്ടേയിരിക്കണമല്ലോ. അതെ, അതുണ്ട്. ഇപ്പൊ ഇത് ഒരിക്കലും ചിന്തരവിയേട്ടന്റെ പോലുള്ള പ്രതിഭയോ VK ശ്രീരാമേട്ടനെ പോലുള്ള ഒരു മികവോ അതൊന്നും വ്യക്തിപരമായിട്ട് എനിക്കില്ല. അതൊന്നും അവകാശപ്പെടാൻ പറ്റില്ല. ഈ പരിപാടിക്ക് അതുണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷെ ഇത് അവരൊരു പ്രചോദനമായി എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. കാരണം എന്ന് വിചാരിച്ചാൽ അവരുമായി താതാത്മ്യപ്പെടുത്താനോ അല്ലെങ്കിൽ സാമ്യപ്പെടുത്താനോ പറ്റുന്ന ഒരു പരിപാടിയല്ല. കാരണം എന്ന് വെച്ചാൽ അവരൊക്കെ ഒരു ഇതിഹാസങ്ങളാണ്. അപ്പൊ അതുമായിട്ടൊന്നും ഞാൻ എന്നെ താരതമ്യപ്പെടുത്തുകയോ ഈ പരിപാടിയോ താരതമ്യപ്പെടുത്തുകയോ ചെയ്യുന്നില്ല. പക്ഷെ അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടിട്ടുണ്ട്. അപ്പോൾ രവിയേട്ടൻ്റെ ഒരു യാത്രയുടെ ഒരു ഭാഷാഭംഗി, അത് കേരളത്തിന്റെ ഒരു ചരിത്രത്തിലേക്ക് ഒക്കെ ഇറങ്ങിപ്പോകുന്ന രീതി ഒക്കെയാണ് എന്നെ ആകർഷിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കൂടുതൽ കൗതുകാംശങ്ങളാണ് ശ്രീരാമേട്ടൻ്റെത്. കുറച്ചുകൂടി വേറിട്ട മനുഷ്യരെ, അതിലൊരു കൗതുകത്തിന്റെ എഫക്റ്റ് ഉണ്ട്. എന്നാൽ പക്ഷെ കൗതുക വസ്തുക്കളാക്കുകയല്ല ചെയ്യുന്നത്. അതിനപ്പുറം അവരിലെ ഒരു ശക്തിയാണ് കാണുന്നത്, വേറിട്ട മനുഷ്യരിലെ ശക്തിയാണ് കാണിക്കുന്നത്.
ഇതിന് എനിക്ക് തോന്നുന്നത് എനിക്ക് കുറച്ചും കൂടി ഒരു രാഷ്ട്രീയം കൂടി ഇതിൽ വേണം എന്ന് തോന്നിയിട്ടുണ്ട്. കാരണം ഇതിനൊരു രാഷ്ട്രീയ ദിശ, അത് ഏതെങ്കിലും ഇങ്ങനെ CPM കോൺഗ്രസ് അങ്ങനെ രീതിയിലല്ല, ആശയം ഒരു ആശയപരമായ ഒരു ഇത് കരുത്തുകൂടി വേണം എന്നുള്ളതാണ്. അതായത് ഇതിന്റെ ഓരോ എപ്പിസോഡുകൾ എടുത്തു നോക്കുമ്പോഴും ഒരു അതിജീവനത്തിന്റെ ഒരു സ്വഭാവം ഓരോ കണ്ടന്റിനും ഉണ്ടാവുമല്ലോ. കാരണം പൊതുമധ്യത്തിൽ സജീവമല്ലാത്ത, അതല്ലെങ്കിൽ പ്രശസ്തിയോ അംഗീകാരങ്ങളോ ലഭിക്കാത്ത, എന്നാൽ അതിന് വളരെയധികം അർഹതപ്പെട്ട ഒരു പിന്നാമ്പുറ കഥകളുള്ള ആളുകളായിരിക്കും ഇതിന്റെ ഓരോ എപ്പിസോഡിലും ഉണ്ടാവുന്നത്. അപ്പൊ ഈ കണ്ടെത്തലുകളിലേക്കുള്ള യാത്രകൾ എങ്ങനെയായിരുന്നു? ഉദാഹരണത്തിന് ഈ പക്ഷികളുടെ അമ്മ എന്ന് പറയുന്ന അല്ലെ നാരായണി അമ്മയുടെ ഒരു കഥയുണ്ട്. അത് അവിടുത്തെ ഒരു പ്രാദേശിക, ഞാൻ നാട്ടിൽ പോയപ്പോ കണ്ട അവിടെ ഒരു പ്രാദേശിക പത്രത്തിലെ ഒരു ചെറിയൊരു വാർത്തയായിരുന്നു, ലോക്കൽ പേജിലെ സ്റ്റോറി ആയിരുന്നു. അവിടെ പോയപ്പോഴാണ് ഒരു തുരുത്ത്, ആ തുരുത്തില് ഒരു ചെറിയ വീട്, അതിലൊരു അമ്മൂമ്മ, അവരെ സന്ദർശിക്കാൻ നിരന്തരം പക്ഷികൾ വരുന്നു, ദേശാടന പക്ഷികൾ വരുന്നു, അവർക്ക് അമ്മൂമ്മ ഭക്ഷണം കൊടുക്കുന്നു. പക്ഷികൾ ഇവരുടെ വീട്ടിൽ അതിഥികളെ പോലെ തന്നെ, ഇപ്പൊ മൈനയൊക്കെ അവരുടെ വീട്ടിൽ വന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങിപ്പോ, കുളക്കോഴിയൊക്കെ അവരുടെ വീട്ടിൽ വന്ന് ഇറങ്ങിപ്പോ. ക്യാമറയും കൊണ്ട് നമുക്ക് പോകാൻ പറ്റില്ല. അതായത് നമ്മുടെ ഒരു പരിമിതി അപ്പോഴാണ് എനിക്ക് ബോധ്യമായത്. ക്യാമറയുടെ തന്നെ ഒരു പരിമിതി ബോധ്യമായി. ക്യാമറ എടുക്കണമെങ്കിൽ ക്യാമറ അങ്ങോട്ട് പോകണ്ടേ, പക്ഷികൾ പറന്നു പോകും, അമ്മൂമ്മ മാത്രമേ അവിടെ ഉണ്ടാവും. അപ്പൊ അത് എത്ര ദൂരെ വെച്ചാലും പക്ഷികൾക്ക് എടുക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഒറ്റയ്ക്ക് വളരെ ദൂരെ നിന്ന് കാണുമ്പോൾ നമുക്ക് കാണും. അപ്പൊ ഈ അമ്മൂമ്മ പക്ഷികളോട് സംസാരിക്കും. അവർക്കൊരു മകനാണുള്ളത്, മകൻ കുറച്ച് ദൂരെ എവിടെയാണ് താമസിക്കുന്നത്. അപ്പൊ ഈ പക്ഷികളും പക്ഷികളുടെ അമ്മയൊക്കെ ആയിട്ട് അതൊരു ലോക്കൽ പേജിൽ വരേണ്ട വാർത്തയല്ല. അത് കുറച്ചും കൂടി വേറൊരു തരം തലം അതിനുണ്ട്. ഒരു അമ്മൂമ്മ തൻ്റെ മക്കളെ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മക്കൾ എന്ന് പറയുന്നത് പക്ഷിയാണ്. പക്ഷികളെ ഒരു അറിയാത്തൊരു പരിസ്ഥിതി പ്രവർത്തനം അവിടെയുണ്ട്. അവരുള്ളിടത്തോളം ആ പക്ഷികളെ വേട്ടയാടാൻ വരുന്നവർ ഇവർ തടയും. അവിടെയുള്ള ആളുകൾ പറയും അമ്മൂമ്മയുള്ളതുകൊണ്ട് നമുക്കിപ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റും, തോക്കൊക്കെ ഉള്ളവർ പറയും. കാരണം അവരെ പ്രതിരോധിച്ച് നിർത്തുകയാണ് അമ്മൂമ്മ. അതിനൊരു മികച്ച അന്ന് ആ വർഷത്തെ പരിസ്ഥിതി ഡോക്യുമെന്ററിക്കുള്ള അവാർഡും കിട്ടിയിട്ടുണ്ടായി, സംസ്ഥാന അവാർഡ്. അപ്പോൾ അങ്ങനെയാണ് ഓരോരോ മനുഷ്യരെയും കണ്ടെത്തുന്നത്. ഇത്ര തന്നെ പൊതുമധ്യത്തിൽ ഇല്ലാത്ത പല ആളുകളും പിന്നീട് നമ്മുടെ എപ്പിസോഡ് വന്ന ശേഷം ഏറെ ശ്രദ്ധിക്കപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയും ഉണ്ടായിട്ടുണ്ടല്ലോ. ഇത്തരത്തിൽ പിന്നീട് പൊതുമധ്യത്തിലേക്ക് എത്തിയ, അംഗീകാരങ്ങളൊക്കെ ലഭിച്ച, അതല്ലെങ്കിൽ വേണ്ട വിധം പരിഗണന കിട്ടിയ ഏതെങ്കിലുമൊക്കെ വിഷയങ്ങളുണ്ടോ? വിഷയങ്ങളുണ്ട്. ഇപ്പൊ മരുന്നമ്മ എന്ന് പറയുന്ന ഒരു എപ്പിസോഡ് ഉണ്ട്, ലക്ഷ്മിക്കുട്ടിയമ്മ കല്ലാറിലെ ലക്ഷ്മിക്കുട്ടിയമ്മ. അതായത് അവര് ആദിവാസി വൈദ്യത്തിന്റെ ഒരു പ്രധാനിയാണ്. അവര് ഞാനന്ന് ഷൂട്ടിന് പോകുമ്പോൾ അവിടെ തന്നെയുള്ള ആ പ്രദേശത്ത് തന്നെയുള്ള അഖിലേഷ് എന്ന് പറയുന്ന ക്യാമറാമാനാണ്, ഇവരുടെ ഒരു സമൂഹത്തിൽ തന്നെയുള്ള ഒരു ക്യാമറാമാനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ അടുത്തേക്ക് പോകുമ്പോൾ തന്നെ അവിടെ ആരുമില്ല, ഈ അമ്മൂമ്മ മാത്രമാണ്. അപ്പോൾ നമുക്ക് കാടിലേക്കൊക്കെ കയറി ചിത്രീകരിക്കാം ഒക്കെ ഒരുപാട് അവസരങ്ങളുണ്ടായി. അവരുടെ ഒരു ജീവിതാനുഭവങ്ങൾ, മരുന്നറിവുകൾ ഒക്കെ കേട്ടുകൊണ്ടിട്ടുള്ള യാത്രകളായി ഒരുപാട് സമയം കിട്ടി. ഞാനൊരു കുറച്ച് ഒരു 3-4 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അവിടെ പോയപ്പോൾ അങ്ങോട്ട് കയറാൻ നമുക്കാവുന്നില്ല, അത്രയ്ക്കും ക്യൂ ആണ് ആളുകൾ. അതായത് അമ്മൂമ്മയ്ക്കാണെങ്കിൽ ഫോൺ വിളിച്ചാൽ ചെവിക്ക് ചെറിയ കേൾവി ശക്തി കുറച്ച് കുറവുണ്ട്, അതുകൊണ്ട് അവിടെ പോയിട്ട് തന്നെ അവൾ പറയണം, അപ്പൊ പരിചയപ്പെടുത്തണം എന്നാലേ പറ്റും. പക്ഷെ അത്രയ്ക്കും തിരക്കാം. കാരണം എന്ന് വിചാരിച്ചാൽ ഈ മരുന്നിന് വേണ്ടി ഇത് കേരള എക്സ്പ്രസിലൂടെ ഉണ്ടായതാണെന്ന് ഞാൻ അവകാശപ്പെടുകയല്ല ചെയ്യുന്നത്. പകരം അവരെ നമ്മൾ പൊതുസമൂഹത്തിൽ എത്തുമ്പോൾ അവർക്ക് എവിടെയോ നമ്മൾ അവതരിപ്പിക്കുമ്പോൾ നമ്മുടെ പിന്നാലെ മറ്റു മാധ്യമങ്ങളും വരുന്നുണ്ട് എന്നുള്ളതാണ്. സ്വീകാര്യത കിട്ടുന്നു, നമ്മുടെ പിന്നാലെ മറ്റു മാധ്യമങ്ങളെ വരുന്നു, അവരെ തേടി അവാർഡ് കിട്ടുന്നു, പത്മശ്രീ അവാർഡ് കിട്ടുന്നു. ഇതൊന്നും നമ്മുടെ കഴിവായിട്ട് പറയുകയല്ല, നമ്മളത് ഒരു കാരണക്കാരാവാനുള്ള ചിലപ്പോ എവിടെയോ ഒരു നിമിത്തം ആയി എന്നേ ഉള്ളൂ. ഇതിന്റെ ഓരോ എപ്പിസോഡുകൾ എടുത്താലും ഓരോ മനുഷ്യരുടെ കഥകളാണ് എന്ന നിലയ്ക്ക് തന്നെ ഇതിനിപ്പോ സംസ്ഥാന സർക്കാരിന്റെ അവാർഡുകൾ, നിയമസഭ അവാർഡ് ഉൾപ്പെടെ പല മാധ്യമ അവാർഡുകൾ ലഭിച്ചിട്ടുണ്ടല്ലോ. ഈ അംഗീകാരങ്ങൾക്ക് അപ്പുറത്ത് വ്യക്തിപരമായി നോക്കിയാൽ ഒരു ഇഷ്ടപ്പെട്ട എപ്പിസോഡുകൾ ലിസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ എങ്ങനെ ചെയ്യും? അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട വ്യക്തികളെയോ ആ സംഭവങ്ങളെയോ ഒന്ന് മെൻഷൻ ചെയ്യുകയാണെങ്കിൽ. ഏതാണ്ട് 500ഓളം എപ്പിസോഡുകളുണ്ട്. ഈ 500ഓളം എപ്പിസോഡുകളിൽ പേരെടുത്ത് പറയുക എന്ന് പറയുന്നത് വലിയ വിഷമകരമാണ്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ കുഞ്ഞിന് സ്നേഹം നമുക്ക് കുറച്ച് കൂടുതൽ കൊടുത്തത് നമുക്ക് അറിവുള്ളത് ആ ആദ്യത്തെ എപ്പിസോഡാണ് വളരെ മനോഹരമായി തോന്നിയിട്ടുള്ളത്. കാരണം യാത്രയുടെ ഒരു ഭംഗി, യാത്രയുടെ ഒരു നിറവ് ഒക്കെ വളരെ ഭംഗിയായി അത് ഒപ്പിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ആദ്യത്തെ നമ്മുടെ എല്ലാം നമുക്ക് നമ്മുടെ കൂടി ഒരു നിലനിൽപ്പിന്റെ പ്രശ്നം ആയതുകൊണ്ട് അതിന് കുറച്ച് അധ്വാനവും കുറച്ചൊക്കെ അതിൽ സമർപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ പലതരം മനുഷ്യർ ഇപ്പം പല അതിർത്തികളിലേക്കൊക്കെ നമ്മൾ പോയിട്ടുണ്ട്. ഇപ്പൊ മംഗലാപുരം അതിർത്തിയിൽ ഹജ്ജബ്ബ
ഹജ്ജപ്പ എന്ന് പറയുന്ന മധുര നാരങ്ങ വിട്ടിട്ട് സ്കൂൾ തന്നെ ഉണ്ടാക്കിയ ഒരു 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 കൂലിക്കച്ചവടക്കാരനാണ് അദ്ദേഹം. അദ്ദേഹം ഒരു കടയിൽ നിന്ന് വാങ്ങി മധുര നാരങ്ങ വിൽക്കുക, അതിൽ നിന്ന് മിച്ചം പിടിച്ചിട്ട് അവർ സ്കൂൾ തന്നെ ഉണ്ടാക്കി. ഞാൻ പറഞ്ഞു അവർക്കും പത്മശ്രീ കിട്ടിയിട്ടുണ്ട്, അദ്ദേഹത്തിനും പത്മശ്രീ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത്തരം മനുഷ്യരുടെ ഒക്കെയാണ്. ഉദാഹരണത്തിന് വേറൊന്ന്, ഈ നമ്മുടെ ഈ കണ്ണൂരിന്റെ തന്നെ അതിർത്തി ഗ്രാമമുണ്ട്, ഈ കന്നഡ വനമേഖല. ആ വനമേഖലയിൽ ഒരു ഗ്രാമമുണ്ട്, ഒരു ഉൾഗ്രാമം. അങ്ങോട്ടേക്ക് കുറച്ച് കുടുംബങ്ങൾ മാത്രം താമസിക്കുന്ന ഒരു ഗ്രാമമാണ് മുന്താരി എന്ന് പറഞ്ഞിട്ട്. അവിടെ ഒരു അപ്പണ്ണ എന്ന് പറഞ്ഞ മുന്താരിയുടെ കാവൽക്കാരൻ, ഒരു പ്രായമേറിയ ഒരു മനുഷ്യരുണ്ട്. അയാൾക്ക് അദ്ദേഹത്തിന് എത്ര വയസ്സായി എന്ന് അദ്ദേഹത്തിനും അറിയില്ല, ആ പ്രദേശത്തുകാർക്കും അറിയില്ല. അദ്ദേഹമായിരുന്നു അവിടുത്തെ ആദ്യത്തെ മനുഷ്യൻ, അപ്പണ്ണ എന്ന് പറയുന്നത്. ആ ഒരു തുരുത്തിലേക്കുള്ള യാത്ര, ഈ മനുഷ്യനെ തേടിയുള്ള യാത്ര, അതൊക്കെ ഒരു കൗതുകമാണ്. അതുപോലെ ഒരുപാട് മനുഷ്യർ, ഇപ്പോ മേള രഘു അല്ലെ, മേളയിലെ രഘുവിനെ, അദ്ദേഹത്തിന് ഞാൻ കാണുന്നത് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ടാണ്, ഇവിടെ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ. അത് മേള എന്ന സിനിമയിൽ അദ്ദേഹമാണ് നായകൻ, മമ്മൂട്ടി അതിൽ ഉപനായകൻ മാത്രമാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് മനുഷ്യരുടെ ജീവിത കഥകൾ, ഒരുപാട് മനുഷ്യരെ, ഇപ്പൊ ചെങ്കൽച്ചൂളയിലെ ജീവിതങ്ങളായാലും ഒക്കെ, അതൊക്കെ പലതും ഞാൻ ചെയ്തിരുന്നത് അതത് സമയത്തെ, ഇത് കറണ്ട് അഫയേഴ്സ് ആയതുകൊണ്ട് തന്നെ അതത് ആ ഒരു സമയത്തിന്റെ ഒരു പ്രാധാന്യം കൂടി അവർക്ക് ഉണ്ടായിരുന്നു. കണക്ട് ചെയ്യപ്പെട്ടിരുന്നു. ഈ എപ്പിസോഡുകളിൽ നിന്നാണ് പിന്നീട് 2 പുസ്തകങ്ങൾ പിറക്കുന്നത്. ലേഡീസ് കമ്പാർട്ട്മെന്റ് എന്നുള്ള ആദ്യ പുസ്തകം എന്ന് പറയുമ്പോൾ, ആ പുസ്തകം ഇറങ്ങിയ ശേഷമുള്ള പ്രതികരണമാണ് ഏറ്റവും പ്രധാനപ്പെട്ടായിട്ട് വ്യക്തിപരമായി എനിക്ക് വന്നിരുന്നത്. ഈ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിച്ച മലയാളി വനിത എന്ന നിലക്കുള്ള ജമീല മാലിക്കിന്റെ ജീവിതം പിന്നീട് ആരും എവിടെയും ചർച്ച ചെയ്യപ്പെടുന്നില്ല. അവരെവിടെ പോയി എന്നുള്ള നമ്മൾ തുറന്നു കാണിക്കുന്ന സമയത്ത് അത് വലിയ ഒരു ചർച്ചകൾക്കും സാധ്യതകൾക്കും തുറന്നു വെക്കുന്നുണ്ടല്ലോ. അപ്പൊ ഇതൊരു പുസ്തകമാക്കാമെന്നും ഇത് ഫിൽട്ടർ ചെയ്യപ്പെട്ട ഒരു 41 സ്റ്റോറീസ് എന്ന നിലക്ക് ഫിൽട്ടർ ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഏതായിരുന്നു എന്നുള്ളത് ഞാനിപ്പോ പറഞ്ഞില്ലേ, ഇത് അതത് കാലത്തെ സമകാലികമായി പ്രസക്തി ഉണ്ടായിരുന്നു എന്നും. അപ്പോ ഈ നഷ്ടനായിക എന്ന് പറഞ്ഞിട്ട് നോവൽ വരികയും ആ സിനിമയൊക്കെ ചർച്ച തുടങ്ങുന്ന, ആ സിനിമയൊക്കെ വരുന്ന സമയത്താണ് സെല്ലുലോയിഡ് പോലുള്ള സിനിമകളൊക്കെ വരുന്നു. പിന്നെ വിനു അബ്രഹാമിന്റെ നോവല് നഷ്ടനായിക എന്ന നോവൽ വരുന്നു. അതൊക്കെയാണ് നമ്മൾ PK റോസിയിലേക്ക് എത്തിച്ചത്. അപ്പോൾ അതൊരു ചർച്ച കേരളത്തിൽ നടക്കുന്ന സമയത്താണ് ഞാൻ യാദൃശ്ചികമായിട്ട് ഈ രാമേന്ദ്ര ബാബുവിന്റെ ബ്ലോഗ് വായിക്കുന്നത്. അതിൽ രാമേന്ദ്ര ബാബു പറയുന്നുണ്ട്, ഇങ്ങനെ ഒരു ജമീല മാലിക് ഉണ്ടായിരുന്നു നമ്മുടെ പൂനെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞങ്ങൾ പഠിക്കുന്ന സമയത്ത്. അവരിപ്പോൾ എവിടെയാണാവോ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെയാണ് നമ്മൾ അതിന്റെ പിന്നിലൂടെ അവരെ കണ്ടുപിടിച്ചേക്കാം എന്നുള്ള നമ്മളിലുള്ള ഒരു കൗതുകം. കണ്ടുപിടിക്കാനാവുമെന്ന് അറിയുന്നില്ല. അങ്ങനെ രാമേന്ദ്ര ബാബുവിനെ നമ്മൾ നേരിട്ട് ബന്ധപ്പെടുന്നു. അങ്ങനെ അവർക്ക് രാമേന്ദ്ര ബാബുവിനും വിവരം കിട്ടുന്നു, ഭീമാപ്പള്ളിയിൽ എവിടെയോ അവരൊരു ഹിന്ദി ടീച്ചറാണ്. അങ്ങനെ നമ്മളത് അവരെ ഫോളോ ചെയ്യുകയാണ്. അതിൽ നിന്ന് കിട്ടുന്ന ഒരു അനുഭവം, അവർ ജയബാദുരിയുടെ കൂടെ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചതാണ്. ജയബാദുരി കേരളത്തിൽ 1-2 തവണ കേരളത്തിൽ വന്നപ്പോൾ ഇവരെ ജയബാദുരിയെ മീറ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് സിനിമകൾ ഇവർ അഭിനയിച്ചിട്ടുണ്ട്. നമ്മളൊന്നും പലരും ഓർക്കാത്ത സിനിമകൾ. KG ജോർജിന്റെ ആദ്യത്തെ ഈ ഡിപ്ലോമ സിനിമയിൽ അവരുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ ഒരുപക്ഷെ അവര് മലയാളത്തിൽ മാത്രമല്ല, അതിനപ്പുറവും സാധ്യത ഉണ്ടായിരുന്ന, അപ്പുറവും വളരേണ്ടിയിരുന്ന ഒരു നടിയാണ്. പക്ഷെ ഇതെങ്ങനെ സംഭവിച്ചതെന്നുള്ളതാണ്. അതൊരു വിധി മാത്രമായിരിക്കുമോ എന്നല്ല. അവര് മുഴുവൻ എല്ലാ കാര്യവും നമ്മളോട് പറഞ്ഞിട്ടില്ല. അവരുടെ ഒരു അഭിനയ മികവ് ഇപ്പോഴും നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരുപാട് സിനിമകളുണ്ട്. നമുക്ക് യൂട്യൂബിലൊക്കെ ഇപ്പോഴും അടൂർവാസിയുടെ ഒക്കെ കൂടെ പാടി അഭിനയിക്കുന്നൊക്കെ ദൃശ്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ ചേർക്കുന്നുണ്ട് ഈ സിനിമയിൽ. പക്ഷെ എന്നാലും അവര് മായ്ക്കപ്പെട്ടു. അതേപോലെ തന്നെയാണ് ഈ രാമേന്ദ്ര ബാബുവിന്റെ ബ്ലോഗിൽ നിന്ന് തന്നെ കിട്ടിയതാണ്. അതേ ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഉണ്ട്. ആ ഗ്രൂപ്പ് ഫോട്ടോയില് ഈ അസീസ്, KG ജോർജ്, പിന്നെ അതായത് രാമേന്ദ്ര ബാബു, ഇങ്ങനെ അന്നത്തെ ഒരു പൂനെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആ ഒരു നിറ സാന്നിധ്യത്തിൽ ഒരു പേര് കബീർ റാവുത്തർ എന്ന് പറഞ്ഞൊരു പേരുണ്ട്. അപ്പൊ കബീർ റാവുത്തർ ഇതാരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്, അദ്ദേഹമാണ് ഹിന്ദിയിൽ സിനിമയെടുത്ത മലയാളി. ആ സമയത്ത് ഹിന്ദിയിൽ സിനിമയെടുത്ത മലയാളി, തിരുവനന്തപുരംകാരൻ. അങ്ങനെ അന്വേഷിച്ചാകുമ്പോഴാണ് ഞാൻ അദ്ദേഹത്തെ കണ്ടെത്തുന്നത്. അധികമൊന്നും എൻ്റെ വീടിന്റെ, അതായത് 1 കിലോമീറ്റർ അപ്പുറമുള്ള സ്ഥലത്താണ് ഇദ്ദേഹം താമസിക്കുന്നത്. അതായത് തിരുവനന്തപുരത്ത് ഞാൻ എൻ്റെ താമസിക്കുന്ന വീടിന്റെ അടൂർ ഗോപാലകൃഷ്ണന്റെയും വീടിന്റെ, എന്റെ വീടിന്റെ അടുത്ത്. അതെ, അടൂർ ഗോപാലകൃഷ്ണന്റെ വീട് എന്റെ വീട് അടുത്തടുത്താണ്. അപ്പൊ അടൂർ ഗോപാലകൃഷ്ണന്റെയും വീടിന്റെ 1 കിലോമീറ്ററിനുള്ളിൽ
ആ റോട്ടിൽ, ആ ആക്കുളം റോട്ടിലാണ് ഇദ്ദേഹത്തിന്റെ വീട് കബീർ റാവുത്തർ. അദ്ദേഹം ഒരാഴ്ച മുമ്പാണ് മരിച്ചത്. അത് വേറൊരു അനുഭവമായിരുന്നു. അയാൾ ഹിന്ദിയിൽ സിനിമ ലുബ്ന എന്ന് പറഞ്ഞ ഹിന്ദിയിൽ ഒരു സിനിമ എടുത്തു. ഒന്ന് രണ്ട് ഹിന്ദി സിനിമകൾ എടുത്തു. മുഹമ്മദ് റഫിയെ കൊണ്ട് പാടിപ്പിച്ചു. അപ്പൊ വേറൊരു തരം നമ്മളിപ്പോ അദ്ദേഹം തന്നെ പറയുന്നത് ഞാനിങ്ങനെ തോറ്റുപോയി എന്നാണ്, പരാജയപ്പെട്ട ഒരു സംവിധായകനായിട്ടാണ് ആ എപ്പിസോഡിൽ അദ്ദേഹം പറയുന്നത്. നമ്മൾ മനിതർ കാലത്തിലേക്ക് വന്നാലും സമാനമായ മനുഷ്യരെ കാണാം അവിടെ. കാരണം ഈ പറയുന്ന കബീർ റാവുത്തർ മുതൽ നമ്മുടെ MTയുടെ നാലുകെട്ടിലെ യൂസഫ് വരെയുള്ള ഈ അത് അവർക്ക് അവരുടെ കഥാപശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ ജീവിത പശ്ചാത്തലത്തിൽ വളരെ നല്ല മനോഹരമായ അനുഭവങ്ങളും നല്ല ജീവിത പശ്ചാത്തലങ്ങളും ഉണ്ടാവും. പക്ഷെ പൊതുമധ്യത്തിലെ ചിത്രങ്ങളിൽ അവരില്ല. അവരെ ഫ്രെയിം ചെയ്യപ്പെടുക എന്നുള്ള ഒരു തരം കൗതുകം കൂടി അതിലുണ്ടാവും. അതിലുണ്ട്. അതിൽ ഈ മനിതർ കാലം പോലുള്ള പുസ്തകത്തില് കാണുന്നത് എന്ന് പറയുന്നത്, എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ അതിൽ സെലിബ്രിറ്റികളും ഉണ്ട്. സെലിബ്രിറ്റി എന്ന തരത്തിലല്ല, വളരെ ആഘോഷിക്കപ്പെട്ട മനുഷ്യരും ഉണ്ട്. ഒരു ആർട്ടിസ്റ്റ് നമ്പൂതിരിയെ പോലുള്ള ആഘോഷിക്കപ്പെട്ട ആളുകളുടെ ജീവിതവും അതിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഇത് രേഖപ്പെടുത്തുന്നത് ബോധപൂർവമാണ്. ഇപ്പോൾ അതുപോലെ ഈ പുസ്തകം പക്ഷെ ആർട്ടിസ്റ്റ് നമ്പൂതിരിയിൽ നിന്നല്ല തുടങ്ങുന്നത്. ഇത് തുടങ്ങുന്നത് തുരങ്കം കുഴിക്കുന്ന കുഞ്ഞമ്പുവേട്ടനിൽ നിന്നാണ് ഇത് ഉണ്ടാകുന്നത്. ഇപ്പൊ എൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്, ഈ പ്രതിഭകൾ എന്ന് പറയുന്നത് ഇത്തരം കലാപ്രതിഭകൾ മാത്രമല്ല, അതിനപ്പുറത്തെ പ്രതിഭകളെ നമ്മൾ പലപ്പോഴും തിരിച്ചറിയുന്നില്ല. കാരണം ഒരുപക്ഷെ ആർട്ടിസ്റ്റ് നമ്പൂതിരിയെക്കാളും വലിയ ചിത്രകാരൻ നാളെയും ഉണ്ടാകും, പിന്നെ അതിന് മുമ്പും ഉണ്ടായിട്ടുണ്ടാകാം. പക്ഷേ എന്നെ അത്ഭുതപ്പെടുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് കുഞ്ഞമ്പുവേട്ടനോടെ ആ പ്രതിഭ അവിടെ അവസാനിച്ചു എന്നുള്ളതാണ്. തുരങ്ക കുഴിക്കാൻ ഇനി ആരുമില്ല. തുരങ്ക എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം ഈ മല തുരന്ന് വെള്ളത്തെ കൊണ്ടുവരുന്ന ഒരു പ്രത്യേകതരം ഒരു സംവിധാനം. ഇനി ആർക്കും ഈ തുരങ്കം നിർമ്മിക്കാനാവില്ല. കുഞ്ഞമ്പുവേട്ടനോടെ ആ പ്രതിഭ അവസാനിച്ചു. സുരംഗ കുഞ്ഞമ്പുവേട്ടൻ എന്ന് പറയുന്ന ആ മനുഷ്യനോട് ആ പ്രതിഭ അവസാനിച്ചു. പക്ഷെ നാളെ ചിത്രകാരന്മാർ ഇനിയും ഉണ്ടാകും, ചലച്ചിത്ര സംവിധായകർ ഇനിയും ഉണ്ടാകും, ചലച്ചിത്ര പ്രതിഭകൾ ഇനിയും ഒക്കെ ഉണ്ടാകും. പക്ഷെ ഈ മനുഷ്യർ ഇവരുമായി ചേർത്ത് വെക്കാനുള്ള ഒരു താല്പര്യം കൂടി എനിക്കുണ്ടായിരുന്നു. ഇതിന്റെ ഓരോ എപ്പിസോഡുകൾക്ക് ശേഷവും ലഭിക്കുന്ന ഫീഡ്ബാക്കുകൾ എന്നുള്ളത് പ്രധാനമായിരിക്കുമല്ലോ. അപ്പൊ ഇത് എയർ ചെയ്യപ്പെടുന്ന കൈരളി ചാനലിന്റെ ചെയർമാൻ മമ്മൂട്ടി സ്വാഭാവികമായും ഏതെങ്കിലും ഘട്ടത്തിൽ ഈ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടോ, അതല്ലെങ്കിൽ ഫീഡ്ബാക്കുകൾ അറിയിച്ചിട്ടുണ്ടോ എന്ന്? എനിക്ക് 2-3 തവണ മമ്മൂക്കയെ അഭിമുഖം ചെയ്യാനുള്ള അവസരം കിട്ടുകയുണ്ടായി. അതൊരു വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ്. ഞാൻ ഈ കോഴിക്കോട് റിപ്പോർട്ടറായിരിക്കുന്ന സമയത്താണ് മമ്മൂക്കയെ ആദ്യം കാണുന്നത്, നേരിട്ട് ഒരു അഭിമുഖത്തിനായി കാണുന്നത്. അന്ന് ഈ പാലേരി മാണിക്യം സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്താണ്. അപ്പോൾ കൈരളിയുടെ ഓഫീസ്, മമ്മൂക്ക താമസിക്കുന്നത് ഈ താജ് ഹോട്ടലിലാണ്. അത് ഒരു മതിലാണ് കൈരളിയുടെ ഓഫീസ്. അപ്പം മമ്മൂക്ക ഇവിടെ താമസിക്കുമ്പോൾ നമ്മുടെ കൈരളിയുടെ ഓഫീസ്, നമ്മുടെ ചെയർമാൻ, നമുക്കൊന്നും എടുക്കാനാവുന്നില്ല എന്നുള്ളൊരു ഇതുകൊണ്ട് എന്നാൽ ഒന്ന് എടുത്തേക്കാമെന്ന് കരുതിയിട്ട് നമ്മൾ പലതവണ താജിന്റെ വാതിൽക്കൽ പോയി നിൽക്കും. താജിന്റെ പലതവണ വിളിക്കും, അദ്ദേഹം ഫോണൊന്നും എടുക്കാറില്ല. ജോർജ് ഏട്ടനും വിളിക്കും അദ്ദേഹത്തിന്റെ. അപ്പോൾ അദ്ദേഹം ആ രീതിയിൽ പലതവണ വിളിച്ച് ഒരു ദിവസം 2-3 തവണ നമ്മൾ അവിടെ വാതിൽക്കൽ മമ്മൂക്ക കയറി പോകുന്നിടത്ത് പോയി നിന്ന് എന്തായാലും എടുക്കണമല്ലോ നമുക്ക്. കാരണം ഒരു മതിലിന്റെ അപ്പുറം മമ്മൂക്ക ഇവിടെ താമസിക്കുന്നത്, നമ്മുടെ ഓഫീസ് ഇവിടെ. അങ്ങനെ ഒരു ദിവസം നമ്മൾ അവിടെ താഴെ വന്നിരിക്കുമ്പോൾ അവരെ ഒന്ന് മുകളിലോട്ട് വിളിക്കുന്ന പറഞ്ഞ് ഞങ്ങളുടെ ആദ്യമായിട്ട് അങ്ങനെയാണ് ഞാൻ മമ്മൂക്കയെ ആദ്യമായി അടുത്തിരുന്ന് നമ്മൾ ആ സിനിമയെ കുറിച്ചൊക്കെ ചെറിയൊരു അഭിമുഖം ചെയ്യുന്നത്. പിന്നീട് അദ്ദേഹം ഗോവയിൽ വന്നു. ഗോവയിൽ നമ്മൾ ഗോവ ഫിലിം ഫെസ്റ്റിവൽ റിപ്പോർട്ട് ചെയ്യാൻ പോകുന്ന സംഘങ്ങളിൽ ഒരാളാണ് ഞാൻ. അപ്പോൾ അന്നും മമ്മൂക്കയെ നമുക്ക് അഭിമുഖം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ എഡിറ്റർ മനീഷ് നാരായണനും ഞാനും ആണ് അന്ന് സിഡാഡെ ഗോവയിലേക്ക് മമ്മൂക്കയെ തേടിപ്പോയി. അന്നും മമ്മൂക്കയെ ഒരു അഭിമുഖം ചെയ്യാൻ ഭാഗ്യം കിട്ടി. ആദ്യം അദ്ദേഹം പറ്റില്ലെന്നാണ് പറഞ്ഞത്. നമ്മൾ മടങ്ങി, ഞാനും മനീഷ് നാരായണനും കൂടി സിഡാഡെ ഗോവയിൽ പോകുന്നു. സിഡാഡെ ഗോവയിൽ പോയിട്ട് മമ്മൂക്ക വരുന്നത് അദ്ദേഹം ഒരു സമ്മതിക്കാത്ത ഒരു ആ രീതിയിലൊരു പ്രതികരണമാണ് ഉണ്ടായിരുന്നത്. പിന്നീട് അവിടെ നമ്മൾ തിരിച്ചു പോകുന്ന വഴിയിലെത്തുമ്പോൾ ഗോവയിൽ നിന്ന് പനാജിയിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് അദ്ദേഹം വീണ്ടും തിരിച്ചു വിളിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഞാനും മനീഷും പോയിട്ട് നമ്മൾ അഭിമുഖം ചെയ്തത് മമ്മൂക്കയെ. പിന്നീട് ഞാൻ മമ്മൂക്കയെ കാണുന്നത് ഈ ടി ദാമോദരൻ മാഷയെ കുറിച്ചിട്ടുള്ള ഒരു എപ്പിസോഡ് ആണ്. ടി ദാമോദരൻ മാഷയെ കുറിച്ചുള്ള എപ്പിസോഡ് എടുക്കാൻ മമ്മൂക്കയെ കാണാൻ പോവുകയും, കാരണം ടി ദാമോദരൻ മാഷയുടെ ഏറ്റവും പ്രധാന സിനിമകളിലൊക്കെ ഒരു പ്രധാന നായക വേഷം മമ്മൂക്കയെ അങ്ങനെ ആക്കിയതിൽ നിർണായക സ്വാധീനം ഉണ്ടെന്ന് അദ്ദേഹവും കരുതുന്ന സിനിമകൾ ഒരുപാട് സിനിമകളുണ്ട്. അതിലൊക്കെ ഒരു തിരക്കഥ ഖനിയായിരുന്നു ഒരുപക്ഷെ ടി ദാമോദരൻ മാഷ്. അദ്ദേഹത്തെ കുറിച്ചിട്ടുള്ള ഒരു എപ്പിസോഡിന് അദ്ദേഹത്തെ മമ്മൂക്കയെ സമീപിച്ചപ്പോഴാണ് അദ്ദേഹം ഈ കേരള എക്സ്പ്രസ് കാണാറുണ്ടെന്ന് പറയുന്നത്.
കാണാറുണ്ടെന്ന് മാത്രമല്ല, ഞാൻ വടക്ക് നിന്ന് വരുന്ന ഒരാളല്ലേ, വടക്ക് എവിടെയോ അല്ലേ നിന്റെ വീട് എന്നും അദ്ദേഹം ചോദിക്കേണ്ടത്. കാരണം അതുപോലും അദ്ദേഹം മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം അതുപോലും അദ്ദേഹം അത് തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നീട് അദ്ദേഹം ഈ പരിപാടി എങ്ങനെയൊക്കെ മാറ്റാം, ഏതൊക്കെ രീതിയിൽ, അത്തരം നിർദ്ദേശങ്ങളൊക്കെ നൽകുകയുണ്ടായി. അതുകൂടാതെ തന്നെ പലരോടും ഇങ്ങനെ ഈ പരിപാടിയെ കുറിച്ച് പറയാറുള്ളത് അവരെന്നോട് പറഞ്ഞിട്ടുണ്ട്. അതൊരു വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. പലരോടും പറയാറുണ്ട്. എവിടെയെങ്കിലും കണ്ടാൽ തന്നെ ചെറുതായി തിരിച്ചറിയും. അങ്ങനെ പ്രകടനങ്ങളൊന്നുമില്ല, തിരിച്ചറിയുകയും ഒക്കെ ചെയ്യുന്ന ആണ്. അത് മാത്രമല്ല, ഞാൻ അങ്ങനെ അദ്ദേഹത്തിന് ഒരു മെസ്സേജ് ഇടുകയുണ്ട് എൻ്റെ ആദ്യത്തെ പുസ്തകത്തിന്. അതായത് ലേഡീസ് കമ്പാർട്ട്മെന്റ് പ്രകാശനം ചെയ്യുന്ന ദിവസം ഇന്ന ദിവസമാണ്, നിയമസഭാ പുസ്തകോത്സവത്തിന്റെ ഭാഗമായാണ്, 3 മണിക്കാണ് എന്ന് പറഞ്ഞ് ഞാനൊരു അദ്ദേഹത്തിനെ അറിയിച്ചിരുന്നു. പക്ഷെ ആ കൃത്യം 3 മണിക്ക് അദ്ദേഹം എന്നെയല്ല വിളിച്ചത്, എം ഡിയാണ് അതിലെത്ത് ആ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. അപ്പോൾ തന്നെ എം ഡിയെ വിളിച്ചിട്ട് എൻ്റെ ആശംസ അവിടെ അറിയിക്കണം എന്ന് പറയുകയും, അങ്ങനെ മമ്മൂക്കയുടെ ആശംസ എം ഡി അവിടെ അതേ വേദിയിൽ വെച്ച് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതൊക്കെ ഒരു വലിയൊരു അംഗീകാരമാണ്. കാരണം 5 അവാർഡ് കിട്ടിയെന്നോ ഒക്കെ പറയുന്നതിനപ്പുറത്ത് വലിയൊരു അംഗീകാരമായിട്ടാണ് കാണുന്നത്. ഈ കേരള എക്സ്പ്രസ് നിർത്തുന്ന സമയത്ത് ബിജുവിന്റെ ഒരു പ്രതികരണമായിരുന്നു, കേരള ടെലിവിഷൻ സ്പേസിൽ ഇത്തരൊരു സർഗാത്മകമായ ഒരു പരിപാടിക്ക് ഇനി സാധ്യതകളില്ല എന്ന് തന്നെ ഞാൻ മനസ്സിലാക്കുന്നു എന്നുള്ളത്. അപ്പോ കുറെ കൂടെ മനുഷ്യപക്ഷം ചിന്തിക്കുന്ന, മനുഷ്യരുടെ രാഷ്ട്രീയം പറയുന്ന, അടിസ്ഥാന വർഗത്തെ പരിഗണിക്കുന്ന ഒരു വിശാലാർത്ഥത്തിൽ നമ്മുടെ ടെലിവിഷൻ ചാനലിന്റെ സ്പേസ് നഷ്ടപ്പെട്ടു പോയി എന്നുള്ള ഒരു യാഥാർത്ഥ്യം ഉണ്ടോ? ഉണ്ട് എന്നുള്ള അഭിപ്രായം തന്നെ എനിക്കുണ്ട്. കാരണം ഈ പഴയ ടെലിവിഷൻ ഉള്ളടക്കങ്ങൾ ഉണ്ട്. മലയാളത്തിൽ ഒരു ടെലിവിഷൻ വൈവിധ്യങ്ങൾ നിറഞ്ഞതായിരുന്നു. ഇപ്പൊ 4 ചാനൽ, ഇപ്പൊ ഞാൻ വരുന്ന സമയത്ത് 4 ചാനലേ ഉള്ളൂ മലയാളത്തിൽ. ഈ 4 ചാനലും 4 പരിപാടികളായിരിക്കും പോകുന്നുണ്ടാവുക. 4 തരത്തിലാണ് ഇത് കണ്ടിരുന്നത് മലയാളി. ഇന്ന് അങ്ങനെയാണോ? ഇന്ന് വൈവിധ്യം, ഒരു ഏകതാനതയാണ്, ഒരു മൊണോട്ടണസ്. നമുക്കിപ്പോ വിചാരിച്ചാൽ ഏത് ചാനലും അതിന്റെ ലോഗോ മറച്ചു വെച്ചാൽ എല്ലാം ഒന്ന് തന്നെയാണ് പറയുന്നത്. ഒരേ ശബ്ദം, ഒരേ മുഖവും, ഒരേ വികാര പ്രകടനങ്ങൾ ഒക്കെയാണ് കാണുന്നത്. ഈ ഒരു വൈവിധ്യമില്ലായ്മ ഉണ്ട്. പക്ഷെ ഇങ്ങനെ ആയിരുന്നില്ല മലയാളത്തിലെ ടെലിവിഷൻ വന്നിരുന്നത്. ഇപ്പം നമ്മളിപ്പോ ശശികുമാറിനെ പോലെ ഏഷ്യാനെറ്റ് തുടങ്ങി ഒരുപാട് പരിപാടികൾ എവിടെയാണ് തുടങ്ങിയിരുന്നത്. പക്ഷെ ഞാൻ പറയുക, അതിനും അപ്പുറം മാതൃക കാണിച്ചത് കൈരളി ടെലിവിഷനാണ്. കാരണം എന്ന് വിചാരിച്ചാൽ, സ്ത്രീ എന്ന് പറയുന്ന സീരിയൽ ഏഷ്യാനെറ്റ് ഉണ്ടായിരുന്നു. ജ്യോതിഷ പങ്ക്തി ആദ്യമായി തുടങ്ങിയത് ഏഷ്യാനെറ്റ് ന്യൂസ് ആയിരുന്നു, ജ്യോതിഷ പങ്ക്തി. പക്ഷെ കൈരളി എന്ന് പറയുന്നത്, കൈരളി ഇത്തരം, അതായത് സ്ത്രീ ആദ്യമായിട്ട് സീരിയൽ വേണ്ട എന്ന് തീരുമാനിച്ചത് അതൊരു വലിയൊരു തീരുമാനം തന്നെയാണ്. ആ സമയത്ത് വൈവിധ്യമുള്ള പരിപാടികൾ മതി, വൈവിധ്യമുള്ള പരിപാടികളിലൂടെ. പിന്നെ അതോടൊപ്പം തന്നെ ഈ കളർഫുള്ളായ പരിപാടികൾക്ക് അപ്പുറത്തേക്ക് പരിപാടികൾ കണ്ടു. ഇപ്പൊ കഥാപ്രസംഗത്തിന് ഒരു കഥാപ്രസംഗ റിയാലിറ്റി ഷോ, കവിത റിയാലിറ്റി ഷോ നോക്കണം. ഇത് മാപ്പിളപ്പാട്ട് റിയാലിറ്റി ഷോ, ഇപ്പൊ മാപ്പിളപ്പാട്ടിനൊക്കെ പട്ടുറുമാൽ പോലെ റിയാലിറ്റി ഷോ. ഇപ്പോഴും മീഡിയ വൺ പിന്നീട് അതുപോലെ ഷോ തുടങ്ങിയപ്പോഴും പറയുക മീഡിയ വണ്ണിലെ പട്ടുറുമാൽ എന്നാണ് പറയാറ്. അതായത് അത്രമാത്രം സ്വാധീനം ചെലുത്തിയത് വൈവിധ്യങ്ങളായിരുന്നു. ഇപ്പൊ പരിപാടികൾ ഒരു വൈവിധ്യങ്ങളുണ്ട്, അതൊക്കെ പോയി. എല്ലാം ഒരു ഇതെന്താ പറയുക, ഒരു തരം ഓട്ടമാണ്. അത് ഇവിടെ എത്തുന്നറിയാം. അതുകൊണ്ട് തന്നെ ഇത്തരം ഈ പഴയ ടെലിവിഷന്റെ ഉള്ളടക്കങ്ങൾ കൊണ്ട് സമൃദ്ധമായ പഴയ ടെലിവിഷൻ അതിനൊരു തിരിച്ചു വരവുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷെ അതൊക്കെയാണ് എനിക്ക് തോന്നുന്നത് ഇന്നത്തെ ഈ ന്യൂ മീഡിയയുടെ ഒക്കെ ഒരു ശക്തി, ഡിജിറ്റൽ മീഡിയ ഒക്കെ ഒരു ശക്തി. ഇപ്പൊ എനിക്ക് തോന്നുന്നത് പഴയ ടെലിവിഷൻ വിഭവങ്ങൾ ഇപ്പം കാണണമെങ്കിൽ ടെലിവിഷനിൽ കാണാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് കൈരളിയുടെ കാര്യം മെൻഷൻ ചെയ്തുകൊണ്ട് തന്നെ, കൈരളി തുടക്കകാലത്ത് പ്രധാനപ്പെട്ട ഒരുപാട് പ്രോഗ്രാമുകൾ കൊണ്ട് വ്യത്യസ്തമായി അത് വളരെ റീച്ച് കിട്ടുകയും അതിന് സ്വീകാര്യത കിട്ടുകയും അത് മുൻപന്തിയിൽ എത്തുകയും ചെയ്തിരുന്നു. പക്ഷെ അതേ കൈരളി തന്നെ പിന്നീട് പ്രോഗ്രാമുകൾ കുറയുകയും വളരെ പിന്നാക്കാവസ്ഥയിലേക്ക് വന്നൊരു സാഹചര്യം ഉണ്ടായല്ലോ. എന്താണ് കൈരളിക്ക് സംഭവിച്ചത് എന്നുള്ളത്? കൈരളിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഒരു മൂലധനം ഒരു പ്രധാനമാണ്. എനിക്ക് തോന്നുന്നത് ഈ സമീപകാലത്ത് ഈ കോവിഡിന് ശേഷം ടെലിവിഷൻ മീഡിയ എന്ന് പറയുന്നത് കുറച്ചുകൂടി മൂലധന കേന്ദ്രിതമായി നിൽക്കുന്നു. ഒരുപാട് മൂലധനം ആവശ്യമുള്ള ഒരു സംവിധാനമായും മാറി. ഈ പുറത്തേക്ക് മാധ്യമപ്രവർത്തകർ ഇറങ്ങാതായി, അതായത് പുറത്തു നിന്നുള്ള ഒന്നും ചെയ്യാതായി. എല്ലാം സ്റ്റുഡിയോ, അതായത് വൻകിട സ്റ്റുഡിയോകള്, നമ്മുടെ സംവിധാനങ്ങളൊക്കെ മാറി മനുഷ്യരെ വിഭ്രമിപ്പിക്കാവുന്ന സ്റ്റുഡിയോക്കുള്ളിൽ തന്നെ ചെയ്യാവുന്നതാണ്. അപ്പൊ വലിയൊരു മൂലധനം ആവശ്യമുള്ള, ഒരു വൻ മൂലധനം ആവശ്യമുള്ളൊരു വ്യവസായമായി മാറി. കൈരളിയെ സംബന്ധിച്ചിടത്തോളം
ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ വൈവിധ്യം എന്ന് പറയുന്ന പരിപാടികൾ, ഈ വൈവിധ്യമുള്ള പരിപാടികൾ എത്ര മൂലധന പിന്തുണ ഉണ്ടാകും? ഉണ്ടാവാൻ സാധ്യതയില്ല. മാർക്കറ്റിൽ ഡിമാൻഡ് ഉണ്ടാവില്ല. പിന്നീട് ചെയ്യേണ്ടുന്നത് ഈ ഇത്തരം വലിയ ഷോകളാണ്. വലിയ വലിയ ഷോകളൊക്കെ ചെയ്യാൻ അതിന് മൂലധനം വേണം. മൂലധനത്തിന്റെ ഒരു അപര്യാപ്തതയാണ് എനിക്ക് തോന്നുന്നത് കൈരളിയെ അതിജീവിക്കാൻ ബുദ്ധിമുട്ടിക്കുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ ടെലിവിഷൻ ചാനലിന്റെ നിലവിലുള്ള ഒരു വാർത്താ സ്വഭാവം നോക്കിക്കഴിഞ്ഞാൽ ദൈനംദിന രാഷ്ട്രീയ പാർട്ടികളുടെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടായിരിക്കും പ്രധാനപ്പെട്ട ചർച്ചകൾ. വൈകുന്നേരത്തേക്കാവുമ്പോഴേക്കും അവതാരകരുടെ ഒരു ബഹളവും വളരെ ന്യൂനാനുഭൂരിപക്ഷം ആളുകൾ കാണുന്ന ചർച്ചകൾ എന്ന രൂപത്തിലേക്ക് ഇത് ചുരുക്കി കെട്ടിയിട്ടുണ്ടല്ലോ. അപ്പോ ഇതിനപ്പുറത്തേക്കുള്ള ടെലിവിഷൻ മാധ്യമ പ്രവർത്തനം നടത്തിയ ആളെന്ന നിലക്ക് ഇനി എങ്ങനെയാണ് ഇതിന്റെ ഒരു സാധ്യതകളെയും ഭാവിയൊക്കെ കാണുന്നത്? എനിക്ക് തോന്നുന്നത് ടെലിവിഷൻ വാർത്താ ന്യൂസ് എന്ന് പറയുന്നത് ജേർണലിസ്റ്റ് എന്ന് ഈ വിഭാഗം ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു. ജേർണലിസ്റ്റ് എന്ന് പറയുന്ന വിഭാഗം ഇല്ലാതായി കഴിഞ്ഞിരിക്കുന്നു. ആ ഒരു വാക്ക് പകരം നമ്മൾ ഇന്ന് മാധ്യമ പ്രവർത്തകർ എന്ന് പറയുന്നത് ഈ ആങ്കേഴ്സിനെയാണ്, അവതാരകരെയാണ് നമ്മളിപ്പോ ആങ്കേഴ്സ്. ജേർണലിസ്റ്റ് ഒന്നുമില്ല. ജേർണലിസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ പുറത്തു പോയിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ്. നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് അവിടെയുള്ള ചൂടും വേർപ്പും അവിടുത്തെ വെയിലും തണുപ്പും മഴയും കൊണ്ട് അവിടുത്തെ മനുഷ്യരെ കണ്ടെഴുതുകയാണ്, കണ്ടു പറയുകയാണ്, അനുഭവങ്ങൾ അറിയുകയാണ്. അവിടെ നമ്മുടെ കൂടി ഇൻപുട്ട് ചേർത്ത് നമ്മുടെ അന്വേഷണവും കണ്ടെത്തലും ഒക്കെ ഉണ്ട്. ഒക്കെ ഉണ്ട്. ഇത് അങ്ങനെയല്ല. ഇത് നമ്മൾ ആദ്യം പണ്ട് പറയാറുണ്ട് ആംജിയർ ജേർണലിസം, ചാരി കസേര ജേർണലിസം എന്ന്. അത് വേറൊരു തരത്തിൽ തിരിച്ചു വന്നിരിക്കുകയാണ്. അതായത് സ്റ്റുഡിയോയിൽ ഇരുന്നിട്ട് തീരുമാനിക്കപ്പെടുന്നതാണ്. സ്റ്റുഡിയോയിൽ നിന്ന് ഒരു ഇരയെ കണ്ടെത്തും, ആ ഇരയെ വേട്ടയാടാൻ വേണ്ടിയിട്ട് അവരെ വെട്ടി തുറക്കാൻ വേണ്ടിയിട്ട് ന്യൂസ് ടീമിനെ അങ്ങ് വിട്ടയക്കും. അവരത് ചെയ്ത് കശാപ്പ് ചെയ്ത് തിരിച്ചു വരിക എന്നുള്ളതാണ്. അപ്പൊ ഈ സ്റ്റുഡിയോ കേന്ദ്രിതമായി. അപ്പോ പുറത്തേക്ക് ഇറങ്ങുന്നില്ല എന്നല്ല പറയുന്നത്. ഇപ്പൊ ഒരു വലിയ വിവാദങ്ങളുടെയൊക്കെ പുറത്തേക്ക് ഇറങ്ങാം. ഇപ്പൊ ഒരു വിവാദം നടക്കുന്ന സംഭവമാണെങ്കിൽ, ഇപ്പൊ എന്തെങ്കിലും കണ്ണീർ കഥകളുണ്ടെങ്കിൽ അവിടത്തേക്ക് ഇറങ്ങും. ഇപ്പൊ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടത്തേക്ക് വെയിലുള്ള ഇറങ്ങും എന്നല്ലാതെ ഇങ്ങനെയുള്ള, അതായത് ഈ റീച്ചിനും ഈ കേന്ദ്ര പ്രമേയത്തിന് വേണ്ടിയിട്ടുള്ള മുഖ്യ വാർത്താ വിഭവത്തിന് വേണ്ടിയിട്ട് ഫീൽഡിൽ ഇറങ്ങുന്നതല്ലാതെ ഈ മനുഷ്യരെ കാണാനോ വൈവിധ്യങ്ങളുള്ള പ്രശ്നങ്ങൾ മനസ്സിലാക്കാനോ ഒന്നുമില്ല. പരിസ്ഥിതി പ്രശ്നങ്ങൾ, എന്തൊക്കെ പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിൽ, പരിസ്ഥിതി പ്രശ്നങ്ങളായാലും ദളിത് പ്രശ്നങ്ങളായാലും മനുഷ്യരുടെ പലതരം അതിജീവന പ്രശ്നങ്ങളായാലും ഒക്കെ ഇപ്പൊ പണ്ട് പറയാറുണ്ട്. ഇപ്പം കെ ജയേന്ദ്രന്റെ ഒക്കെ വയനാട്ടിൽ നിന്നുള്ള ആദിവാസികളുമായൊക്കെ ബന്ധപ്പെട്ടുള്ള സ്റ്റോറികളുടെ കഥകൾ നമ്മൾ പറയാറുണ്ട്. നമ്മൾ ഈ ഒരു ഭൂതകാലത്തെ കുറിച്ച് പറയുമ്പോൾ, ടെലിവിഷന്റെ ഭൂതകാലത്തെ കുറിച്ച് പറയുമ്പോൾ സ്റ്റോറി എന്ന് പറയുന്ന വാക്ക് ഇപ്പൊ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? എല്ലാം തത്സമയ സംപ്രേഷണം, വളരെ എളുപ്പപ്പണിയാണിത്. ഇതിന് ജേർണലിസവുമായി ബന്ധമേ ഇല്ല. പ്രസംഗ കലയുമായിട്ടാണ് ബന്ധം എനിക്ക് തോന്നുന്നത്. കാരണം ഈ ആങ്കർമാർ പ്രസംഗിക്കുകയാണ്, പ്രബോധനം ചെയ്യുകയാണ്, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പ്രസംഗിക്കുകയാണ് ചെയ്യുന്നത്. അത് ജേർണലിസവുമായി ഒരു ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ജേർണലിസം എന്ന് പറയുന്ന ഇത് തന്നെ ജേർണലിസം ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ തന്നെ അടച്ചുപൂട്ടേണ്ട കാലം ആയി എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവരൊന്നും ജേർണലിസ്റ്റുകളായൊന്നും അല്ല വരുന്നത്. ഇവർ വരുന്നത് ഈ ഒരു സംവിധാനത്തിന്റെ ഭാഗമാവാനാണ്. ഇങ്ങനെ ആങ്കർമാരാവുക, ആ രീതിയിലാണ്. അല്ലാണ്ട് സ്റ്റോറികൾ ഉണ്ടാവുന്നില്ല. എന്തെങ്കിലും കണ്ടെത്തലുകളോ അന്വേഷണങ്ങളോ ആ രീതിയിൽ ഇവരുടെ ഒരു ഉൾക്കാഴ്ചയോ ഇവരുടെ ഒരു പഠനവും അറിവും ഒക്കെ ഉപയോഗിക്കാനോ അത്തരം കാര്യങ്ങളൊന്നും ഇപ്പോൾ നടക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കൈരളിയുടെ ന്യൂസ് എഡിറ്റർ സ്ഥാനത്ത് നിന്ന് രാജിവെച്ച് തൊട്ടടുത്ത ദിവസമാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ കേരള എക്സ്പ്രസ് പോലെയുള്ള പരിപാടികളൊക്കെ പുതിയ ട്രാക്കിൽ കാണാൻ പറ്റും ഇനി? മാധ്യമപ്രവർത്തനം ആണ് നമ്മുടെ ഒരു ജീവിതമായിട്ട് തിരഞ്ഞെടുത്തത്. ആ രീതിയിലേക്കാണ് നമ്മൾ ഇറങ്ങി വന്നത്. പക്ഷെ അതിൽ നിന്നും ഈ ഇന്നത്തെ തലത്തിലുള്ള മാധ്യമ പ്രവർത്തനത്തിൽ നിന്ന് വിട്ടുമാറണം എന്നുകൊണ്ട്, എന്നാൽ മാധ്യമ പ്രവർത്തനത്തെ അങ്ങനെ ഒഴിവാക്കാനും പറ്റില്ല എന്നൊരു അവസ്ഥയാണ്. കാരണം നമുക്ക് ഒരു കൈത്തഴക്കം ഉള്ളത് അത് മാത്രമാണ്. ആ ഒരു കൈവഴക്കം നമുക്ക് അതിന് ഈ വർഷങ്ങളായിട്ടുള്ള ഒരു അനുഭവ പരിചയം കൊണ്ട് കൈവഴക്കം കിട്ടിയത് കൊണ്ട് ചിലപ്പോ കേരള എക്സ്പ്രസ് സംഭവിച്ചേക്കാം, പുതിയൊരു തലത്തിലും പുതിയൊരു രൂപത്തിലും ഒക്കെ സംഭവിച്ചേക്കാം.